ശ്യാം ശരൺ നേഗിയുടെ കൈവിരലിൽ പതിഞ്ഞ മഷി, അത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൻ്റെ തന്നെ മുദ്രയായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് 1952 ഫെബ്രുവരി മാസത്തിലായിരുന്നു. ഭൂരിഭാഗം ഇടങ്ങളിലും വോട്ടെടുപ്പ്. എന്നാൽ മഞ്ഞുകാലമായാൽ യാത്ര ഏറെ ദുഷ്കരമാകുന്ന ഹിമാചലിലെ ചിനി മാത്രം അതിന് 5 മാസങ്ങൾക്ക് മുൻപേ വിധിയെഴുതി. അധ്യാപകനായിരുന്ന ഹിമാചൽ ചിനി സ്വദേശിയായ നേഗി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. തൻ്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെങ്കിൽ നേഗിക്ക് ഡ്യൂട്ടിക്ക് എത്തുന്നതിന് മുൻപ് വോട്ട് രേഖപ്പെടുത്തണം. രാവിലെ 6:30 നേഗി ചിനിയിലെ പ്രൈമറി സ്കൂളിലെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ ഔദ്യോഗികമായി വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് വോട്ട് രേഖപ്പെടുത്തി. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ഭാഗമായി. ശ്യാം ശരൺ നേഗി വെറുമൊരു പ്രതീകമല്ല. 1952 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഒരു തെരഞ്ഞെടുപ്പുകളിലും നേഗി വോട്ട് രേഖപ്പെടുത്താതിരുന്നിട്ടില്ല. ജനാധിപത്യത്തിന്റെ കാവലാളായി നേഗി വോട്ട് ചെയ്യാൻ എത്തിക്കൊണ്ടേയിരുന്നു. ആകെ 34 തവണയാണ് നേഗി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 106-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. അതിന് 2 ദിവസങ്ങൾക്ക് മുൻപ് ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേഗി തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീകമെന്നാണ് നേഗിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ശരിക്കും ഒരു ഇന്ത്യൻ പൗരൻ.